സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലമായ ഇടുക്കിയുടെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഓടിയെത്തി വോട്ടുറപ്പിക്കാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനൊരുങ്ങുന്നത്. ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു. ഇടുക്കിയുടെ ഓരോ പ്രദേശത്തിനും ഓരോ ആവശ്യങ്ങളും ആവലാതികളുമുണ്ട്. ഇടുക്കിയിൽ ജനിച്ചു വളർന്ന ആളെന്ന നിലയിൽ ഏറ്റവും വ്യക്തമായി അത് അറിയാവുന്നത് സ്ഥാനാർത്ഥികളിൽ ജോയ്സ് ജോർജിന് തന്നെ. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ തൊടുന്ന കാച്ചിക്കുറുക്കിയ പ്രസംഗം. 2014 മുതൽ 19 വരെ പാർലമെന്റ് അംഗമായിരുന്ന കാലത്ത് ഈ നാടുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പാർലമെന്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ നേരിടുന്ന എല്ലാ വിഷയങ്ങൾക്കകത്തും കൃത്യമായി ഇടപെടാൻ അന്ന് പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടോ എന്ന ചോദ്യത്തിന് എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ കുറേയേറെ വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും പിന്നിടുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് എന്ന് സ്ഥാനാർത്ഥി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആളുകൾ വളരെ ഊഷ്മളമായാണ് നമ്മളെ സ്വീകരിക്കുന്നത്, വലിയ പിന്തുണയാണ് നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വീകരണം ഏറ്റുവാങ്ങി സ്ഥാനാർത്ഥി പോയി കഴിഞ്ഞാലും ജോയ്സ് ജോർജിനെ കുറിച്ചും ജോയ്സ് ജോർജിന് വേണ്ടിയും വാചാലരാകുന്ന സാധാരണക്കാർ, പ്രത്യേകിച്ച് മലയോര പ്രദേശത്തുള്ള ആൾക്കാർ എന്നും ജോയ്സ് ജോർജിൻ്റെ കൂടെ തന്നെയായിരിക്കും. ഒരിക്കലും ഞങ്ങൾ ജോയ്സ് ജോർജിനെ മറന്നൊരു ഞങ്ങൾക്കൊരു ജീവിതമില്ല. ഞങ്ങളുടെ എല്ലാ വോട്ടും ഇവിടെ 100% വോട്ടും ഞങ്ങൾ ജോയ്സ് ജോർജിന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കും. പരമാവധി ജനങ്ങളെ കണ്ട് വിജയം ഉറപ്പെന്ന ആത്മവിശ്വാസത്തോടെയാണ് ജോയ്സ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനൊരുങ്ങുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.